നമ്മളുടെ വെച്ചാൽ മലയാളികൾക്ക് ഉള്ള ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുള്ള കുട്ടികളും ഇവരെ സംബന്ധിച്ച് പ്രത്യേകം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ സത്യം പറഞ്ഞാൽ പുറം ലോകം അറിയുന്നില്ല. ഇത് എല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറം ലോകം അറിഞ്ഞിട്ടില്ല. പുറം ലോകം അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ മറാഠി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ നേരിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുള്ളിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒന്നെങ്കിൽ സുരേഷ് ഗോപി ഒന്ന് നേരിട്ട് കാണാം, പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണണം അല്ലേ. പക്ഷെ സുരേഷ് ഗോപി തീർച്ചയായും നമ്മൾ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുന്നത് നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിലൊരു സംഭവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്, ഈ ചെറിയ വയസ്സിൽ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ അവരുടെ ആദ്യം കേൾവി ശരിയാണോന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് സംസാരിക്കാനും പറ്റും. മനസ്സിലായി? പക്ഷെ ഞാനത് സുധീഷിനോട്, ഇപ്പൊ സുധീഷ് പറയുന്നത് ആക്ച്വലി സുധീഷ് ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു അത്രേ എന്നാണ് സുധീഷ് പറഞ്ഞല്ലേ. 30 മിനിറ്റ്സോളം ഒന്നും ഇല്ല, മരിച്ച പോലെ ആയിപ്പോയി അല്ലേ. പെട്ടെന്ന് പുള്ളി തിരിച്ചു വരുമായിരുന്നു. അപ്പൊ ആ സമയത്ത് കേൾവിയും ഇതും നഷ്ടപ്പെട്ടു. പക്ഷെ അത് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സുധീഷ് അതില് അത്ര ദുഃഖിതനൊന്നുമല്ല. കാരണം അത് പുള്ളി തരണം ചെയ്താൽ അതുകൊണ്ടുള്ള ഇത്രയും ലെവലിൽ എത്താൻ പറ്റി. അങ്ങനെ മനക്കട്ടിയും മുന്നോട്ട് കയറണം പറയുന്നത് ദൈവം ഇവർക്ക് മറ്റൊരു ശക്തി കൊടുക്കുന്നത്. ഒരുപാട് നന്ദി. എനിക്ക് അങ്ങനെ നന്ദി പറയണമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ എത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസറിന് ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു മൊമെന്റ് സമ്മാനിക്കുന്നു. ഹലോ ഉമ്മയുടെ പേര് അജേട്ടാ. തീർച്ചയായും ഇവരെയൊക്കെയാണ് നമ്മൾ വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടത്. വർണ്ണ പൂഞ്ചോലുകളില്ലാതെ സ്വർണ്ണാഭരണങ്ങളില്ലാതെ കാന്തനെ ദൈവമായി കരുതുന്ന കൺമണി നിൻ മനസ്സിനകത്തുള്ളൂ സൗന്ദര്യതാരമെന്നാണ്. കാന്തനെ ദൈവമായി കരുതുന്ന കൺമണി അല്ലെ. അവർ തീർച്ചയായും സന്തോഷത്തോടെ ഒരുപാട് വർഷം ജീവിക്കട്ടെ. ഒപ്പം സുധീഷിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. പ്രേക്ഷകരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നെക്കാളും പ്രായമുള്ള ഒരാളായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ കാലത്തൊട്ട് വന്നിച്ചേനെ. കാരണം അത്ര സ്നേഹവും അത്ര ഇഷ്ടവും, എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ തിരിച്ചു വരാം. ഇടവേളയാണ് ഹലോ മുംബൈ. ഹലോ മുംബൈ.